അർദ്ധശൂന്യമായ ബോറടിപ്പിക്കുന്ന ഒരു ജോലിക്ക് വലിയൊരു തുക ശമ്പളമായി തരുന്നു. അതിൻ്റെ പിന്നിൽ തീർച്ചയായും ഒരു ദുരൂഹതയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്നാൽ നമ്മുടെ കക്ഷി ജാബേസ് വിൽസന് തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാര്യം മനസ്സിലായതേയില്ല. കേസ് വിചിത്രമാണ്, രസകരമാണ്. എന്നാൽ ഭീകരമായൊരു കുറ്റകൃത്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അവരുടെ വലിയൊരു പ്ലാനിങ് വളരെ നിസ്സാരമായിട്ടാണ് ഹോംസ് തൻ്റെ ബുദ്ധി കൊണ്ട് തകർത്ത് കളഞ്ഞത്. ആ കേസ് ഇങ്ങനെയാണ്. വാട്സൺ, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് മിസ്റ്റർ ജാബേസ് വിൽസൺ. അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്ത വിധം രസകരമായൊരു സംഭവം അദ്ദേഹം വിവരിച്ചു തുടങ്ങുകയായിരുന്നു. ഭയങ്കരങ്ങളായ കുറ്റകൃത്യങ്ങളെക്കാൾ നിസ്സാരങ്ങളായവയ്ക്കാണ് പലപ്പോഴും വളരെ വിചിത്രവും അനന്യസാധാരണവുമായ പശ്ചാത്തലമുള്ളതെന്ന് ഞാൻ പറയാറില്ലേ. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ കഥ ദയവായി ആദ്യം മുതൽക്ക് പറയാമോ? സ്ഥൂലകായനായ അവരുടെ കക്ഷി തെല്ലഭിമാനത്തോടെ നിവർന്നിരുന്നു. കോട്ടിന്റെ കീശയിൽ ചുരുട്ടി വെച്ചിരുന്ന അഴുക്കായ പഴയ ഒരു വർത്തമാന പത്രം പുറത്തെടുത്തു. ചുരുൾ നിവർത്തിയ പത്രം മടിയിൽ വെച്ച് കഴുത്തു നീട്ടി പരസ്യങ്ങളിലൂടെ കണ്ണോടിച്ചിരുന്ന അയാളെ വാട്സൺ സൂക്ഷ്മാവലോകനം ചെയ്തു. ഒരു സാധാരണ ബ്രിട്ടീഷ് കച്ചവടക്കാരനെ പോലെ ഡമ്പും പൊങ്ങച്ചവുമുള്ള ഒരു തടിയൻ, ചാരനിറത്തിലുള്ള വലിയ കാലുറകളും അത്ര വൃത്തിയുള്ളതല്ലാത്ത ബട്ടണിടാത്ത കറുത്ത കോട്ടും ചാരനിറത്തിലുള്ള ഓവർകോട്ടുമായിരുന്നു വേഷം. പിച്ചള ചങ്ങലയിൽ കോർത്ത ഒരു ലോഹത്തകിട് അയാൾ ആഭരണമായി ധരിച്ചിരുന്നു. കടുത്ത ചെമ്പൻ നിറത്തിലുള്ള തലമുടിയല്ലാതെ അയാളിൽ കൂടുതലായൊന്നും വാട്സൺ കണ്ടില്ല. വാട്സന്റെ ഉദ്യമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാട്സൺ, ഇദ്ദേഹം ഇടയ്ക്ക് കായികമായി അധ്വാനിച്ചിരുന്നു. ഫ്രീ മേസണാണ്. പിന്നെ ചൈനയിൽ പോയിട്ടുണ്ടെന്നും അടുത്ത കാലത്ത് ധാരാളം എഴുതിയിട്ടുണ്ടെന്നും എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നു. അതുകേട്ട് മിസ്റ്റർ ജാബേസ് വിൽസൺ ചാടി എഴുന്നേറ്റു. മിസ്റ്റർ ഷെർലക് ഹോംസ്, താങ്കൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? ഉദാഹരണത്തിന്, ഞാൻ കായികാധ്വാനം ചെയ്തിരുന്ന കാര്യം, ഞാൻ കപ്പലിലെ മരപ്പണിക്കാരനായിരുന്നു എന്നത് വാസ്തവം തന്നെ. മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ വലത് കൈ ഇടത് കൈയിനേക്കാൾ അല്പം വലുതാണ്. അതിൻ്റെ മാംസപേശികൾ കൂടുതൽ ഉറച്ചിരിക്കുന്നു. നിങ്ങൾ പ്രവൃത്തിയെടുത്തിരിക്കുന്നു എന്നർത്ഥം. ഓ, അപ്പോൾ പൊടി വലിക്കുന്ന കാര്യം പിന്നെ ഫ്രീ മേസണാണെന്ന് പറഞ്ഞതോ? സംഘടനയുടെ കർശനമായ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ആ പതക്കം നിങ്ങൾ ധരിച്ചിട്ടുള്ളതെങ്കിലും ഷർട്ടിൻ്റെ വലത്തെ കഫിൻ്റെ തിളക്കവും ഇടതുവശത്ത് ഡെസ്കിൽ ഊന്നുന്ന മുട്ടിന് സമീപമുള്ള അടയാളവും മറ്റെന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ചൈനയിൽ പോയെന്ന് പറഞ്ഞതോ? വലത്തെ കൈയിൽ മണിബന്ധത്തിന് മുകളിൽ പച്ച കുത്തിയിട്ടുള്ള മത്സ്യത്തിന്റെ അടയാളം ചൈനയിലല്ലാതെ വേറൊരിടത്തും കാണുകയില്ല. മത്സ്യത്തിന്റെ ചെതുമ്പലുകൾക്കുള്ള ഔദ നിറമുണ്ടല്ലോ, അത് ചൈനയിൽ മാത്രമുള്ള ഒരു പ്രത്യേക ചേരുവയാണ്. കൂടാതെ നിങ്ങളുടെ വാച്ചിന്റെ ചങ്ങലയിൽ ഒരു ചൈനീസ് നാണയം കോർത്തിട്ടിരിക്കുന്നത് കൂടി കാണുമ്പോൾ സംഗതി കൂടുതൽ എളുപ്പമാവുന്നു. മിസ്റ്റർ ജാബേസ് വിൽസൺ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, എന്തോ വിദഗ്ധമായ കാര്യമാണ് താങ്കൾ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്നാൽ അങ്ങനെയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. വാട്സൺ, അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം വിശദമാക്കുന്നത് വിഡ്ഢിത്തമാണ്. ഞാനിങ്ങനെ എല്ലാം തുറന്നു പറയാൻ തുടങ്ങിയാൽ എൻ്റെ പ്രശസ്തി അപ്പാടെ പൊളിഞ്ഞു പോയത് തന്നെ. നിങ്ങൾ ആ പരസ്യം കണ്ടെത്തിയോ മിസ്റ്റർ വിൽസൺ? പത്രത്തിൻ്റെ മധ്യത്തിൽ തടിച്ച ചൂണ്ടുവിരലൂന്നി അയാൾ പറഞ്ഞു. ഇതാ ഇവിടെയുണ്ട്, ഇവിടെ. ഇതിൽ നിന്നാണ് തുടക്കം. സാർ, ഇത് താങ്കൾ തന്നെ വായിച്ചു നോക്കൂ. വാട്സൺ ആ പേപ്പർ വാങ്ങി വായിച്ചു. ഇതായിരുന്നു പരസ്യം. ആവശ്യമുണ്ട് ചെമ്പൻ മുടിക്കാരുടെ സംഘത്തിലേക്ക്. അമേരിക്കൻ പെൻസിൽവാനിയയിലെ പരേതനായ എസക്കിയ ഹോപ്കിൻസിന്റെ ഒസ്യത്തനുസരിച്ച് സംഘത്തിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു. തുച്ഛമായ ജോലി, ആഴ്ചയിൽ 4 പവൻ പ്രതിഫലം, 21 തികഞ്ഞ ചെമ്പൻ മുടിയുള്ള ആരോഗ്യവും ബുദ്ധിസ്ഥിരതയുമുള്ള ആർക്കും അപേക്ഷിക്കാം. തിങ്കളാഴ്ച 11 മണിക്ക് ഫ്ലൈറ്റ് സ്ട്രീറ്റിലെ പോപ്സ് കോർട്ട് 7-ാം നമ്പറിൽ ഡങ്കൻ റോസിനെ നേരിൽ കാണുക. വിചിത്രമായ ആ പരസ്യം 2 ആവർത്തി വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണിതിന്റെ അർത്ഥം? ഹോംസ് അടക്കി ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇളകിയിരുന്നു. ഇതിൽ പുതുമയുണ്ട്. ഇനി മിസ്റ്റർ വിൽസൺ, എല്ലാം വിശദമായി പറയൂ. നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഈ പരസ്യം നിങ്ങളെങ്ങനെ ബാധിച്ചു എന്നതിനെ പറ്റിയൊക്കെ കേൾക്കട്ടെ. ഡോക്ടർ വാട്സൺ, ഈ പത്രത്തിന്റെ പേരും തീയതിയും ഒന്ന് കുറിച്ചെടുക്കൂ. 1890 ഏപ്രിലിലെ മോർണിംഗ് സ്റ്റാർ ആണ് പത്രം. കൃത്യം 2 മാസം മുൻപുള്ളത്. ജാബേസ് വിൽസൺ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പട്ടണത്തിനടുത്ത് കോബർഗ് ജംഗ്ഷനിൽ പണ്ടം പണയത്തിന് പണം കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. അത്ര വൻ തോതിലൊന്നുമല്ല, ചെലവ് നടക്കുന്നെന്ന് മാത്രം. നേരത്തെ 2 ജോലിക്കാരുണ്ടായിരുന്നു. ബിസിനസ് മോശമായതുകൊണ്ട് ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അയാൾക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ അയാൾക്ക് പകുതി ശമ്പളം മതി. ജോലി പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണത്രേ. പരോപകാരിയായ ആ ചെറുപ്പക്കാരൻ്റെ പേരെന്താണ്? വിൻസെന്റ് സ്പാൽഡിംഗ് എന്നാണ്. ആളത്ര ചെറുപ്പമൊന്നുമല്ല.
അയാളുടെ പ്രായം കൃത്യമായി പറയാൻ പ്രയാസമാണ്. വളരെ മിടുക്കനാണ്. ഇതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി അയാൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ അയാൾ ഇതിൽ തൃപ്തനാണെങ്കിൽ ഞാൻ എന്തിന് വേവലാതിപ്പെടണം? വേവലാതി എന്തിന്? കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാളെ ലഭിച്ചതിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ഇക്കാലത്ത് അങ്ങനെയൊന്നും കാണാൻ പോലും പ്രയാസമാണ്. നിങ്ങൾ ആകർഷിച്ച പരസ്യത്തിൽ എന്ന പോലെ എന്തെങ്കിലും പ്രത്യേകത ഇയാൾക്കുമുണ്ടോ? കുറ്റങ്ങളൊന്നുമില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ്. ജോലിക്കിടയിൽ ക്യാമറ കൊണ്ട് പടം പിടിക്കുന്നത് കാണാം. ഉടനെ നിലവറയിലേക്ക് പോയി ഫിലിം ഡെവലപ്പ് ചെയ്യാൻ ഓട്ടമാണ്. അതുമാത്രമേ ഉള്ളൂ ഒരു തകരാറ്. വേറെ കുഴപ്പമൊന്നുമില്ല. ജോലിയിലൊക്കെ സമർത്ഥനാണ്. അയാൾ ഇപ്പോഴും കൂടെയുണ്ടോ? ഉണ്ട്. പിന്നെ അടിച്ചു വാരാനും പാചകത്തിൽ സഹായിക്കാനുമായി ഒരു 14 വയസ്സുള്ള പെൺകുട്ടി കൂടിയുണ്ട്. ഞാനൊരു വിഭാര്യനാണ്. കുടുംബത്തിൽ മറ്റാരുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ 3 പേരും ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നു. കടമില്ലാതെ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു. പിന്നെ മിസ്റ്റർ ഹോംസ്, ഈ പരസ്യത്തിൽ നിന്നാണ് കുഴപ്പം തുടങ്ങിയത്. 8 ആഴ്ച മുൻപ് ഒരു ദിവസം ഈ സ്പാൾഡിങ് ഒരു പേപ്പറുമായി ഓടി വന്ന് പറഞ്ഞു, മിസ്റ്റർ വിൽസൺ, എൻ്റെ തലമുടി ചെമ്പിച്ചതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. അതെന്താ? എന്തെന്നോ, ഇതാ ചെമ്പൻമുടിക്കാരുടെ സംഘത്തിൽ വീണ്ടും ഒരു ഒഴിവ് കൂടിയുണ്ടെന്ന്. നിയമനം കിട്ടുന്നവൻ ഭാഗ്യവാൻ തന്നെ. വാസ്തവത്തിൽ ഒഴിവുകൾ അധികം, അപേക്ഷകർ കുറവും. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാതെ ട്രസ്റ്റികൾ വിഷമിക്കുകയാണത്രേ. എൻ്റെ മുടിയുടെ നിറമൊന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നിധി കിട്ടിയതുപോലെയാണ്. താൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ സാധാരണയായി പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന കൂട്ടത്തിലല്ല. ബിസിനസ്സിന് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ചിലപ്പോൾ ആഴ്ചകൾ കഴിയുമ്പോഴായിരിക്കും പടിക്ക് പുറത്തിറങ്ങുന്നത് തന്നെ. അതുകൊണ്ട് പുറം ലോകത്തെ സംഭവങ്ങൾ അധികമൊന്നും അറിയാറില്ല. അക്കാരണത്താൽ പുതിയ വാർത്തകൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. താങ്കൾ ചെമ്പൻമുടിക്കാരുടെ സംഘത്തെപ്പറ്റി കേട്ടിട്ടില്ലെന്നോ? അതെ, ഞാൻ കേട്ടിട്ടില്ല. അത് അത്ഭുതകരമായിരിക്കുന്നു. നിയമനം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും താങ്കൾക്കുണ്ട്. അതുകൊണ്ടെന്ത് പ്രയോജനം? ഒരു കൊല്ലത്തിൽ 200 പവൻ മാത്രം. പക്ഷേ ജോലി വളരെ നിസാരം. ഇപ്പോഴത്തെ ജോലിക്ക് തടസ്സമുണ്ടാകാതെ നോക്കാവുന്നതേ ഉള്ളൂ. അവനത് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പോഴത്തെ മനോഭാവം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ബിസിനസ് പൊതുവെ മോശം. 200 പവൻ്റെ അധിക വരുമാനം തീർച്ചയായും വലിയ കാര്യമാണ്. എന്തൊക്കെയാണ് നിബന്ധനകൾ? ഞാൻ ശ്രദ്ധാലുവായി. പരസ്യം എന്നെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, സംഘത്തിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? അപേക്ഷിക്കേണ്ട മേൽവിലാസവും ഇതിലുണ്ട്. എസക്കിയ ഹോപ്കിൻസ് എന്ന പേരായ ഒരു അമേരിക്കൻ കോടീശ്വരൻ സ്ഥാപിച്ചതാണ് ഈ സംഘം. അയാളും ഒരു ചെമ്പൻമുടിക്കാരനായിരുന്നു അത്രേ. വിചിത്ര സ്വഭാവമുള്ളൊരു മനുഷ്യൻ. ചെമ്പൻമുടിക്കാരോട് അയാൾക്ക് അനുകമ്പയായിരുന്നു. അയാൾ മരിച്ചപ്പോൾ വൻപിച്ച സ്വത്ത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കി. ചെമ്പൻമുടിക്കാരെ സഹായിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. തീരെ കുറച്ച് ജോലിക്ക് വളരെ നല്ല പ്രതിഫലം കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ലക്ഷക്കണക്കിന് ചെമ്പൻമുടിക്കാർ വേറെയും കാണുമല്ലോ. അവരൊക്കെ അപേക്ഷിച്ചാലോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര അധികമൊന്നുമില്ല. ഈ പരസ്യം ലണ്ടൻ നിവാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രം. ആ അമേരിക്കക്കാരൻ ചെറുപ്പത്തിൽ ലണ്ടനിലാണ് വളർന്നിരുന്നത്. അതുകൊണ്ട് ഇവിടുത്തുകാരോട് ഒരു മമത കൂടും. മാത്രമല്ല, മുടിയുടെ കുറേ ഭാഗമൊന്നും ചെമ്പിച്ചിരുന്നാൽ പോരാ. ഇളം നിറമോ കടുത്ത നിറമോ ആവാനും പാടില്ല. ശരിയായ ഒരേ തരത്തിലുള്ള തിളങ്ങുന്ന ചെമ്പൻ മുടിയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് മിസ്റ്റർ വിൽസൺ, താങ്കൾക്ക് താല്പര്യമുള്ള പക്ഷം നേരെ അങ്ങ് കയറി ചെല്ലുകയേ വേണ്ടൂ എന്ന് അവൻ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, എൻ്റെ തലമുടിയുടെ നിറത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. താങ്കൾ കാണുന്നില്ലേ, ഒന്നാന്തരം മുടി തന്നെ. ഇക്കാര്യത്തിൽ എന്നോട് മത്സരിക്കാൻ അധികം തലകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തന്നെ നിയമനം കിട്ടുമെന്ന കാര്യത്തിൽ വിൻസെന്റ് സ്പാൽഡിങ്ങിനും സംശയമില്ല. അയാൾക്കിതേക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നതുകൊണ്ട് കട അടച്ചുപൂട്ടി എന്നോടൊപ്പം പോരാൻ ആവശ്യപ്പെട്ടു. അവധി കിട്ടിയതിൽ അയാൾക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മേൽവിലാസം അന്വേഷിച്ചിറങ്ങി. എന്നാൽ ഹോംസ്, ഫ്ലീറ്റ് സ്ട്രീറ്റിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറക്കാനൊക്കുകയില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ചെമ്പൻ തലകൾ തന്നെ. നേരിയ ചെമ്പൻ നിറമുള്ളവർ, ഒരു ഭാഗം മാത്രം ചെമ്പിച്ചവർ, ചാര നിറത്തിലുള്ള മുടിയുള്ളവർ, എല്ലാവരും പരസ്യം കണ്ട് പ്രതീക്ഷയോടെ എത്തിയിട്ടുണ്ട്. ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അന്തം വിട്ടു നിന്നു. കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിര കണ്ട് മടങ്ങിയാലെന്തെന്ന് ആലോചിച്ചു. പക്ഷെ സ്പാൾഡിങ് സമ്മതിച്ചില്ല. ഏതു വിധേനയും അയാൾ എന്നെയും കൊണ്ട് ഉന്തിത്തള്ളി ആൾക്കൂട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അവിടെ 2 നിരയുണ്ടായിരുന്നു. ഒരു നിരയിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരും മറ്റേ നിരയിൽ നിരാശരായി മടങ്ങി വരുന്നവരും. ഒരുവിധം ഞങ്ങൾ മുന്നോട്ടുള്ള നിരയിലകപ്പെട്ട് തിക്കിത്തിരക്കി ഓഫീസിനകത്തെത്തി. മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ അനുഭവം വളരെ രസകരമായിരിക്കുന്നു. കേൾക്കട്ടെ, പറയൂ. അങ്ങനെ ഓഫീസിൽ വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 2 തടിക്കസേരകളും വീഞ്ഞ പലകയുടെ ഒരു മേശ മാത്രം. മേശയുടെ പിറകിൽ ഒരു കുറിയ മനുഷ്യൻ ഇരുന്നിരുന്നു. അയാളുടെ തലമുടി എൻ്റേതിനേക്കാൾ ചെമ്പിച്ചതായിരുന്നു. ഓരോ അപേക്ഷകനോടും അയാൾ 4-5 വാക്ക് സംസാരിക്കും. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞയക്കും. അത്ര എളുപ്പം കടന്നുകൂടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ഊഴമായപ്പോൾ അയാൾ കുറെ കൂടി തൃപ്തനായതുപോലെ തോന്നി. ഞങ്ങളെ മുറിക്കകത്താക്കി അയാൾ വാതിലടച്ചു. സാർ, ഇത് മിസ്റ്റർ ജാബേസ് വിൽസൺ. നിങ്ങളുടെ ഒഴിവിലേക്ക് ഒരു അപേക്ഷകനാണ്.
കൂടെ വന്ന സ്പാൾഡിങ് എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. ഓ, ഞങ്ങൾക്ക് തികച്ചും യോജിച്ച വ്യക്തി തന്നെ. നിങ്ങളെക്കാൾ കൂടുതൽ മെച്ചമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ എണീറ്റ് തല ഒരു വശത്തേക്ക് ചരിച്ച് എൻ്റെ ശിരസിനെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നാണമായി പോയി. പെട്ടെന്ന് മുന്നോട്ട് ചാടി എൻ്റെ കൈ പിടിച്ച് കുലുക്കി അയാൾ എന്നെ അഭിനന്ദിച്ചു. മിസ്റ്റർ വിൽസൺ, മുൻകരുതലെടുക്കുന്നതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ തലമുടി 2 കൈകൊണ്ടും ശക്തിയായി പിടിച്ച് വലിച്ചു. വേദന കൊണ്ട് ഞാൻ നിലവിളിച്ചു പോയി. ക്ഷമിക്കണം മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ മുടിക്ക് തകരാറൊന്നുമില്ല. 2 പ്രാവശ്യം ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മുടി വിഗാണോ അതോ കളർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ധാരാളം തട്ടിപ്പ് വീരന്മാരുള്ള കാലമാണ്. അത് പറഞ്ഞിട്ട് അയാൾ ജനാലയുടെ അടുത്തേക്ക് പോയി നിയമനം നടന്നു കഴിഞ്ഞു എന്ന് ആൾക്കൂട്ടത്തെ അറിയിച്ചു. അവിടെ കൂടെ നിന്നവരെല്ലാം നിരാശയോടെ മടങ്ങിപ്പോയി. ചെമ്പൻ തലകൾ 2 എണ്ണം മാത്രം അവിടെ അവശേഷിച്ചു, എൻ്റെയും ആ മാനേജറുടെയും. ഞാനാണ് മിസ്റ്റർ ഡങ്കൻ റോസ്. മാനേജർ സ്വയം പരിചയപ്പെടുത്തി. ട്രസ്റ്റ് സ്ഥാപിച്ച ഉദാരശീലനായ മഹാന്റെ സഹായം എനിക്കും ലഭിക്കുന്നുണ്ട്. മിസ്റ്റർ വിൽസൺ, നിങ്ങൾ വിവാഹിതനാണോ? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എൻ്റെ മറുപടി കേട്ട് അയാളുടെ മുഖം വാടി. ഓ, കഷ്ടം തന്നെ. അത് വളരെ കഷ്ടമായി പോയി. താങ്കൾ വിവാഹം കഴിച്ചിട്ടില്ല, മറ്റ് ബന്ധുക്കാരാരുമില്ല. ചെമ്പൻമുടിക്കാരുടെ വംശവർദ്ധന ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ വിഭാര്യനാണെന്നത് ഭാഗ്യദോഷമായി പോയി. അത് കേട്ട് ഞാൻ നിരാശനായി. തെല്ലുനേരം ആലോചിച്ച് നിന്നിട്ട് അയാൾ പറഞ്ഞു, ആ സാരമില്ല, ശരിയാക്കാം. മറ്റൊരാളിൻ്റെ കാര്യത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട തടസ്സമാണ്. പക്ഷേ നിങ്ങളുടെ തല സൗജന്യം അർഹിക്കുന്നു. പുതിയ ജോലിയിൽ ഇന്ന് തന്നെ പ്രവേശിക്കാം. പക്ഷേ സാർ, ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്. അതേക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട മിസ്റ്റർ വിൽസൺ, അത് ഞാൻ നോക്കി നടത്തിക്കൊള്ളാം. എന്നെ സ്പാൾഡിങ് ആശ്വസിപ്പിച്ചു. അവനെ ബിസിനസ് ഏൽപ്പിക്കുന്നതിൽ എനിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ പുതിയ ജോലി ഞാൻ ഏറ്റെടുത്തു. എപ്പോഴാണ് നിങ്ങളുടെ ജോലി സമയം? അത് 10 മുതൽ 2 വരെ. മിസ്റ്റർ ഡങ്കൻ റോസ്, ഈ പണമിടപാടുകാർക്ക് ജോലി തിരക്കുള്ള സമയം വൈകുന്നേരമാണ്, വിശേഷിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ, ശമ്പള ദിവസത്തിന് മുൻപ്. അതുകൊണ്ട് 2 മണി വരെ വേറെ ജോലി നോക്കാൻ പ്രയാസമില്ല. പോരെങ്കിൽ എൻ്റെ അസിസ്റ്റന്റ് സ്പാൾഡിങ് നല്ല മനുഷ്യനാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളും. ഈ ജോലിയിൽ എനിക്ക് സമ്മതം തന്നെ. പിന്നെ എൻ്റെ ശമ്പളം എത്രയാണ്? അത് ആഴ്ചയിൽ 4 പവൻ. കൊള്ളാം. ജോലി എന്താണ്? ഓ, അത് നിസ്സാര ജോലിയാണ്. ഓഫീസ് മുറിയിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിനുള്ളിൽ സദാ സമയവും ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് പുറത്തേക്കിറങ്ങിയാൽ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടും. അക്കാര്യത്തിൽ ഒസ്യത്തിലെ നിബന്ധനകൾ കർശനമാണ്. 10നും 2നും ഇടയ്ക്ക് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയാൽ നിയമവ്യവസ്ഥകൾ ലംഘിച്ചു എന്നർത്ഥം. ഓ, 4 മണിക്കൂർ തന്നെയല്ലേ? അത് ഞാൻ പുറത്തിറങ്ങുകയൊന്നുമില്ല. ഓ, വളരെ സന്തോഷം. പിന്നെ യാതൊരു ഒഴിവുകളും പാടില്ല. സുഖക്കേടെന്നോ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളുണ്ടെന്നോ അതൊന്നും പറയാൻ പറ്റില്ല. ആ, അത് നോക്കാം. നിങ്ങൾ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തി എഴുതണം. ആദ്യത്തെ വാല്യം അവിടെയുണ്ട്. മഷിയും പേനയും കൊണ്ടുവരണം. ഈ മേശയും കസേരയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളെ തന്നെ ജോലി തുടങ്ങാമോ? ആ, തീർച്ചയായും. എന്നാൽ നമസ്തേ മിസ്റ്റർ ജാബേസ് വിൽസൺ. ഈ നല്ല ജോലി ലഭിച്ചതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് യാത്രാനുമതി നൽകി. ഞാൻ അതീവ സന്തുഷ്ടനായിരുന്നു. എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ. എൻ്റെ ഭാഗ്യത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് അസിസ്റ്റന്റിൻ്റെ ഒപ്പം ഞാൻ അവിടെ നിന്നും മടങ്ങി. അന്ന് പകൽ മുഴുവൻ ഞാൻ ഇക്കാര്യം ചിന്തിച്ചു. വൈകുന്നേരമായപ്പോൾ എൻ്റെ ഉത്സാഹം മന്ദീഭവിച്ചു. കഴിഞ്ഞതെല്ലാം ഏതോ കളിയാക്കലിൻ്റെയോ തട്ടിപ്പിൻ്റെയോ ഭാഗമല്ലേ എന്ന് ഞാൻ സംശയിച്ചു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. എൻസൈക്ലോപീഡിയ പകർത്തി എഴുതുക എന്ന സാധാരണ ജോലിക്ക് വേണ്ടി ഒരു വലിയ തുക ചെലവാക്കണമെന്ന് ആരെങ്കിലും മരണപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുമോ? എൻ്റെ അസിസ്റ്റന്റ് വിൻസെന്റ് സ്പാൾഡിങ് എന്നെ സന്തോഷിപ്പിക്കാൻ തന്നാലാവുന്നതൊക്കെ ചെയ്തു. എങ്കിലും എല്ലാം തട്ടിപ്പാണെന്ന ബോധത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ എന്തായാലും സ്ഥലമൊക്കെ ഒന്ന് ചെന്ന് കണ്ടു കളയാമെന്ന് കരുതി കുറച്ച് മഷിയും ഒരു പേനയുമായി ഞാൻ പോപ്പ് സ്കോട്ടിൽ പോയി. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പറഞ്ഞതുപോലെ എല്ലാം തയ്യാർ. മിസ്റ്റർ ഡങ്കൻ റോസ് അവിടെ ഉണ്ടായിരുന്നു. മേശയും കസേരയും റെഡി. എ എന്ന അക്ഷരത്തിൽ തുടങ്ങാൻ പറഞ്ഞിട്ട് അയാൾ പോയി. ഇടയ്ക്കിടെ അയാൾ വന്ന് എൻ്റെ ജോലി ശ്രദ്ധിച്ചിരുന്നു. 2 മണിക്ക് ഞാൻ ചെയ്ത ജോലിയിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും എന്നെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. എൻ്റെ പിന്നാലെ ഓഫീസ് അടച്ചുപൂട്ടി മാനേജറും പുറത്തിറങ്ങി. ഈ രീതിയിൽ ദിവസങ്ങൾ നീങ്ങി. ശനിയാഴ്ച മാനേജർ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം 4 പവൻ്റെ നാണയങ്ങൾ നൽകി. അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചയും ഇത് ആവർത്തിച്ചു. എന്നും രാവിലെ 10-ന് ഞാൻ അവിടെ ചെല്ലും. ഉച്ചയ്ക്ക് 2 മണിക്ക് മടങ്ങിപ്പോരും. ക്രമേണ മിസ്റ്റർ ഡങ്കൻ റോസ് വരാതെയായി. എങ്കിലും ഒരു നിമിഷ നേരത്തേക്ക് പോലും ഓഫീസിന് പുറത്തിറങ്ങാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. എപ്പോഴാണ് അയാൾ കയറി വരുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ. തരക്കേടില്ലാത്ത ശമ്പളം, അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇങ്ങനെ 8 ആഴ്ച കടന്നുപോയി. എയിൽ തുടങ്ങിയ വാക്കുകൾ ഏതാണ്ട് അവസാനിക്കാറായി. ഇങ്ങനെ പോയാൽ അടുത്ത് തന്നെ ബി ആരംഭിക്കും.
പേപ്പറിനും മഷിക്കും കുറെ ചിലവായെന്ന് കൂട്ടിക്കോളൂ. ഞാൻ എഴുതിയ കടലാസുകൾ കൊണ്ട് ഒരു ഷെൽഫ് നിറഞ്ഞു. അപ്പോഴതാ പൊടുന്നനെ എല്ലാം അവസാനിപ്പിച്ചു എന്നോ? ആ അതെ സാർ. ഇന്ന് രാവിലെ പതിവ് പോലെ 10 മണിക്ക് ഞാൻ ഓഫീസിൽ പോയി. വാതിൽ അടച്ചു പൂട്ടിയിരിക്കുന്നു. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിന്മേൽ ഒരു വരി എഴുതി അവിടെ തൂക്കിയിട്ടിരുന്നു. ഞാനത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതാ നോക്കൂ. ഒരു നോട്ട്ബുക്കിന്റെ വലിപ്പത്തിലുള്ള ഒരു കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചെമ്പൻ മുടിക്കാരുടെ സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു. 1890 ഒക്ടോബർ 9. അത് വായിച്ച ഷെർലക് ഹോംസും വാട്സണും അറിയാതെ തന്നെ ചിരിച്ചുപോയി. ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? അവരുടെ കക്ഷിക്ക് ദേഷ്യം വന്നു. ലജ്ജ കൊണ്ട് ആ ചെമ്പൻ മുടി പോലും മഞ്ഞളിച്ചതുപോലെ തോന്നി. എന്നെ നോക്കി ചിരിക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയൂ എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോവാം. എഴുന്നേൽക്കാൻ തുടങ്ങിയ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഹോംസ് ചോദിച്ചു. എനിക്ക് ചിരി വന്നുപോയി. എഴുന്നേൽക്കാൻ തുടങ്ങിയ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഹോംസ് പറഞ്ഞു, പാടില്ല. എന്തായാലും ഞാൻ ഈ കേസ് ഉപേക്ഷിക്കുകയില്ല. തികച്ചും അസാധാരണമായ ഒന്നാണല്ലോ. എന്നാലും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഇതിലൽപ്പം നേരം പോക്കുകൂടിയുണ്ടെന്ന് പറയാതെ വയ്യ. വാതിലിൽ ഈ നോട്ടീസ് കണ്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഞെട്ടിപ്പോയി സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചുറ്റുമുള്ള മറ്റു ഓഫീസുകളിൽ ഞാൻ തിരക്കി. അവർക്ക് ആർക്കും ഒരു വിവരവും അറിയില്ല. ഞാൻ കെട്ടിട ഉടമയോട് ചെമ്പൻ മുടി സംഘത്തെപ്പറ്റി അന്വേഷിച്ചു. അയാൾ അപ്രകാരം ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ലായിരുന്നു. മിസ്റ്റർ ഡങ്കൻ റോസ് എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ആ പേര് പോലും അയാൾ കേട്ടിട്ടില്ലത്രേ. ഹലോ, ഇവിടെ 4-ാം നമ്പറിൽ താമസിച്ചിരുന്ന ആളെവിടെ? ആ ചെമ്പൻ മുടിക്കാരനല്ലേ? ആ അതെ. ഓ അയാളോ? അയാളുടെ പേര് വില്യം മോറിസ് എന്നാണ്. അയാളൊരു വക്കീലാണ്. സ്ഥിരമായി ഓഫീസ് ഉണ്ടാവുന്നവരെ തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കുകയായിരുന്നു. ഇന്നലെ അയാൾ വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? അയാളുടെ പുതിയ ഓഫീസ് മേൽവിലാസം തന്നിട്ടുണ്ട്. നമ്പർ 17 കിങ് എഡ്വേർഡ് സ്ട്രീറ്റ്, സെന്റ് പോൾസിന് സമീപം. ഞാൻ നേരെ അവിടേക്ക് പോയി. പക്ഷെ ആ മേൽവിലാസം വേറെ ഒരാളുടേതായിരുന്നു. വില്യം മോറിസിനെ കുറിച്ചോ ഡങ്കൻ റോസിനെ കുറിച്ചോ അവരാരും കേട്ടിട്ടേ ഇല്ല. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി. എൻ്റെ അസിസ്റ്റന്റിനോട് ആലോചിച്ചു. അയാൾക്കും ഒന്നും പറയാനില്ല. ഒരുപക്ഷെ പോസ്റ്റ് വഴി വിശദമായ നിർദ്ദേശം കിട്ടിയേക്കും എന്നാണ് അയാളുടെ അഭിപ്രായം. എനിക്ക് വിശ്വാസമാകുന്നില്ല. ഇത്രയും നല്ല ഒരു ആദായ മാർഗം വെറുതെ അങ്ങ് ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല. മിസ്റ്റർ ഹോംസ്, പാവങ്ങളെ സഹായിക്കാൻ താങ്കൾ സന്മനസ് കാണിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ ജാബേസ് വിൽസൺ, നിങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിൽ നിന്നും പുറമേ കാണുന്നതിൽ നിന്നും ഭിന്നമായി കുറെ കൂടി ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ പറയാനുണ്ടോ? ആഴ്ചയിൽ 4 പവൻ വീതമല്ല എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വ്യക്തമായി നിങ്ങൾക്ക് സംഘത്തിന്റെ പേരിൽ പരാതിക്ക് അവകാശമില്ല. നേരെ മറിച്ച് 30 പവന്റെ സമ്പാദ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എൻസൈക്ലോപീഡിയ പകർത്തി എഴുതി എയിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളെക്കുറിച്ച് നേടിയ അറിവ് വേറെയും. അതുകൊണ്ട് നിങ്ങൾക്ക് തീരെ നഷ്ടമൊന്നുമില്ല. ഇല്ല സാർ, പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു തട്ടിപ്പ് എൻ്റെ മേൽ നടന്നത് എന്തിനാ എന്ന് എനിക്കറിയണം. ഇതൊരു ചിലവേറിയ തട്ടിപ്പായിരുന്നു. 32 പവൻ അയാൾക്ക് ചിലവായി. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. ആദ്യമായി 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. നിങ്ങളുടെ ജോലിക്കാരനില്ലേ, പരസ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചയാൾ? അയാൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഉദ്ദേശം 6 മാസം മുൻപ്. അയാൾ നിങ്ങളെ സമീപിച്ചത് എങ്ങനെയാണ്? ഒരാളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പരസ്യം ചെയ്തിരുന്നു. അപേക്ഷകനായി അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഒരു ഡസൻ പേരുണ്ടായിരുന്നു. അയാളെ തന്നെ നിയമിക്കാൻ കാരണം? അയാൾക്ക് ശമ്പളം കുറച്ച് മതി. പകുതി ശമ്പളം അല്ലേ? ഈ വിൻസെന്റ് സ്പാൾഡിംഗ് കാഴ്ചയിൽ എങ്ങനെയാണ്? പൊക്കം കുറഞ്ഞ ഉറച്ച ശരീരം, നല്ല വേഗത്തിൽ ജോലി ചെയ്യും. മുഖത്ത് രോമമില്ല, പ്രായം 30-ൽ കുറയില്ല. നെറ്റിയിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ ഒരു വെളുത്ത തഴമ്പുണ്ട്. അതിയായ ഉത്കണ്ഠയോടെ ഹോംസ് നിവർന്നിരുന്നു. ഇത്രയും ഞാൻ ഊഹിച്ചു. അയാളുടെ കാതുകൾ കടുക്കനിട്ട പോലെ തുളച്ചിരുന്നതായി ഓർക്കുന്നുണ്ടോ? ഉണ്ട് സാർ. കുട്ടിയായിരുന്നപ്പോൾ ഒരു നാടോടി വന്ന് കാത് കുത്തിയെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഹോംസ് ദീർഘനിശ്വാസത്തോടെ ചാരിയിരുന്ന് ചിന്തയിൽ മുഴുകി. അല്പം കഴിഞ്ഞ് ചോദിച്ചു, അയാൾ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടോ? ഉണ്ട്, ഞാൻ വരുമ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ അയാൾ എങ്ങനെയാണ് നോക്കിയിരുന്നത്? പരാതിക്ക് ഇടയുണ്ടായിട്ടില്ല. രാവിലെ പൊതുവെ ബിസിനസ് കുറവാണ്. ഇത്രയും മതി മിസ്റ്റർ വിൽസൺ. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ അഭിപ്രായം അറിയിക്കാം. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. തിങ്കളാഴ്ചയോടെ നമുക്ക് തീരുമാനത്തിലെത്താം. അവരുടെ സന്ദർശകൻ പോയി കഴിഞ്ഞ് ഹോംസ് വാട്സനോട് ചോദിച്ചു, വാട്സൺ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങേയറ്റം നിഗൂഢമായ എന്തോ ആണ്. സാധാരണയായി വിചിത്രമായ കാര്യങ്ങൾ നിഗൂഢമായിരിക്കില്ല. നിങ്ങൾ പലപ്പോഴും കാണുന്ന സങ്കീർണതയല്ലാത്ത കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അവ തെളിയിക്കാനാണ് പ്രയാസം. പ്രത്യേകതകളില്ലാത്ത മുഖമാണല്ലോ തിരിച്ചറിയാൻ വിഷമം. എന്നാലും ഇക്കാര്യത്തിൽ അമാന്തം പാടില്ല. താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു ഹോംസ്? എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ഹോംസ് ചാടി എഴുന്നേറ്റു. വാട്സൺ, സെന്റ് ജെയിംസ് ഹാളിൽ വൈകുന്നേരം ഒരു കച്ചേരിയുണ്ട്. താങ്കൾ എന്തു പറയുന്നു? 2-3 മണിക്കൂർ നേരത്തേക്ക് രോഗികളുടെ കാര്യം മറക്കരുതോ?
എനിക്കിപ്പോൾ വലിയ ജോലി തിരക്കില്ല. പ്രാക്ടീസ് പൊതുവെ കുറവാണ്. എന്നാൽ തൊപ്പിയെടുക്കൂ, നമുക്കിറങ്ങാം. ആദ്യം നഗരത്തിലേക്ക്. വഴിക്ക് വെച്ച് വല്ലതും കഴിക്കാം. പ്രോഗ്രാമിൽ ജർമ്മൻ സംഗീതമുണ്ടെന്ന് കാണുന്നു. ഇറ്റാലിയനോ ഫ്രഞ്ചോ സംഗീതത്തെക്കാൾ ഞാൻ ജർമ്മനാണ് ഇഷ്ടപ്പെടുന്നത്. അവർ ആൾഡേഴ്സ് ഗേറ്റ് വരെ ഭൂഗർഭത്തിലൂടെ സഞ്ചരിച്ചു. അവിടെ നിന്നും കുറച്ചു നടന്നപ്പോൾ രാവിലെ വിവരിച്ചു കേട്ട കഥയിലെ രംഗമായ സാക്സ് കോർബ് ജംഗ്ഷനിലെത്തി. ഇഷ്ടിക കൊണ്ട് പണിത 2 നിലയുള്ള 4 വരി കെട്ടിടങ്ങൾ തെരുവിന്റെ ഇരുവശവും നിരന്നു നിന്നിരുന്നു. ഇടുങ്ങിയ വൃത്തി കുറഞ്ഞ ഒരു തെരുവിന്റെ ഒരരികിൽ കുറെ മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ചിരുന്നു. ആകപ്പാടെ സുഖകരമല്ലാത്ത അന്തരീക്ഷം. മൂലയിൽ ഒരു വീടിന്റെ ചുമരിൽ പതിഞ്ഞ ജാബേഴ്സ് വിൽസൺ എന്ന ബോർഡ് അവരുടെ ചെമ്പൻ മുടിക്കാരൻ കക്ഷിയുടെ ബിസിനസ് സ്ഥാപനമാണതെന്ന് വിളിച്ചറിയിച്ചു. അതിന്റെ മുന്നിൽ നിന്ന് ഷെർലക് ഹോംസ് 4 പാട് നോക്കി. ആ കണ്ണുകൾ തിളങ്ങിയിരുന്നു. എന്നിട്ട് തെരുവിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കും തിരിച്ചങ്ങോട്ടും നടന്നു. അവിടെയുള്ള ഓരോ ഭവനവും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന് വിധേയമായി. അവസാനം പണ്ടം പണയക്കാരന്റെ വീടിന് മുമ്പിൽ ഫുട്പാത്തിൽ ഊന്നുവടി കൊണ്ട് 2-3 പ്രാവശ്യം ശക്തിയായി മുട്ടിനോക്കി. അടുത്ത ക്ഷണം ചുറുചുറുക്കുള്ള, നന്നായി മുഖം ക്ഷൗരം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു. ഈ സ്ട്രാൻഡിലേക്കുള്ള വഴി ഏതാണ്? വലതുവശത്തെ 3-ാമത്തെ തിരിവിൽ ചെന്ന് ഇടത്തോട്ട് നടന്നാൽ 4-ാമത്തെ തിരിവിലാണ്. മറുപടി പറഞ്ഞിട്ട് അയാൾ വേഗം തന്നെ വാതിലടച്ചു. മിടുക്കൻ. വാട്സൺ, എന്റെ നിഗമനത്തിൽ അയാൾ ലണ്ടനിലെ ഏറ്റവും സമർത്ഥരിൽ 4-മനാണ്. സാഹസികതയുടെ കാര്യത്തിൽ അയാൾക്ക് 3-ാം സ്ഥാനവും. അയാളെക്കുറിച്ച് ചിലതൊക്കെ മുൻപേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ വിൽസന്റെ അസിസ്റ്റന്റ് ചെമ്പൻ മുടിക്കാരുടെ സംഘത്തെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഒരു പ്രബലനായ കണ്ണിയാണെന്ന് തോന്നുന്നു. അയാളെ നേരിൽ കാണാൻ വേണ്ടിയാണ് താങ്കൾ വഴി ചോദിക്കുന്ന ഭാവത്തിൽ തട്ടി വിളിച്ചത്, അല്ലേ? അയാളെ കാണാനല്ല വാട്സൺ, അയാളുടെ കാലുറയുടെ മുട്ടുകൾ കാണാൻ. എന്നിട്ട് എന്ത് കണ്ടു? ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ കണ്ടു. നിങ്ങൾ ഫുട്പാത്തിൽ ഇടിച്ചു നോക്കിയത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട വാട്സൺ, ഇത് നിരീക്ഷണത്തിനുള്ള സമയമാണ്, സംസാരിക്കാനുള്ളതല്ല. ശത്രു രാജ്യത്തിനുള്ളിലെ ചാരന്മാരാണ് നമ്മൾ. സാക്സ് കോബർഗ് ജംഗ്ഷനിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പിന്നിലുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. സാക്സ് കോബർഗ് ജംഗ്ഷനപ്പുറം അവർ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. മൂകവും മ്ലാനവുമായിരുന്നില്ല അവിടം. അത് നഗരത്തിന്റെ ഒരു പ്രധാന സ്ഥിരാകേന്ദ്രം തന്നെ. വടക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഗതാഗതം നടന്നിരുന്ന പ്രധാന രാജപാതയും കാൽനടക്കാർ തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നടപ്പാതകളും ഷോപ്പിംഗ് സെന്ററുകളും ബിസിനസ് കേന്ദ്രങ്ങളുമൊക്കെ അവിടെ കാണപ്പെട്ടു. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭൂമിശാസ്ത്രം ഞാനൊന്ന് നോക്കട്ടെ. അതാ അവിടെ മോർട്ടിമേഴ്സ് ഷോപ്പ്, അതിനപ്പുറം പുകയില വ്യാപാരി, പിന്നെ ആ ചെറിയ ന്യൂസ് പേപ്പർ സ്റ്റാൾ, അതിനപ്പുറം സിറ്റി ആൻഡ് സബർബൻ ബാങ്കിന്റെ കോബർഗ് ശാഖ, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, മക്ഫർലൈൻസിന്റെ വണ്ടി നിർമ്മാണശാല. ശരി വാട്സൺ, നമ്മുടെ പണി അവസാനിച്ചു. ഇനി വിനോദം. അല്പം വല്ലതും തിന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണം. എന്നിട്ട് നേരെ സംഗീത കച്ചേരിക്ക്. ചെമ്പൻ തലക്കാരുടെ പ്രഹേളികയൊന്നും ശല്യപ്പെടുത്താത്ത രാഗധാരിയുടെ മാസ്മരിക ലോകത്തേക്ക്. അന്ന് വൈകുന്നേരം സെന്റ് ജെയിംസ് ഹാളിലെ സംഗീതത്തിൽ മുഴുകിയിരുന്ന ഹോംസിനെ നോക്കി നിൽക്കെ വാട്സന്റെ മനസ്സ് മന്ത്രിച്ചു. ഈ വേട്ടക്കാരൻ ആരെയോ നോട്ടമിട്ടിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാനാവില്ല. ഹാളിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് ചോദിച്ചു, വാട്സൺ, നിങ്ങൾക്കിനി വീട്ടിൽ പോകണം അല്ലേ? അതെ, അതാണ് വേണ്ടത്. എന്നാൽ എനിക്ക് കുറച്ചു നേരത്തെ പണിയുണ്ട്. കോബർഗ് ജംഗ്ഷനിലെ പ്രശ്നമുണ്ടല്ലോ, അത് ഗൗരവമേറിയതാണ്. അതെന്താ? ഒരു വലിയ കുറ്റകൃത്യം നടക്കാൻ പോകുന്നു. അത് തടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ശനിയാഴ്ച ആയത് കുഴപ്പം വർദ്ധിപ്പിക്കുന്നു. ഇന്നു രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എത്ര മണിക്ക്? 10 മണിക്ക് മതി. 10 മണിക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ വരാം. വളരെ നല്ലത്. അപകടത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആർമി റിവോൾവർ കൂടി പോക്കറ്റിൽ കരുതിക്കോളൂ. ഹോംസ് തിരിഞ്ഞു നടന്ന് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. മറ്റുള്ളവരെ അപേക്ഷിച്ച് താനൊരു മന്ദബുദ്ധിയല്ല എന്നാണ് വാട്സന്റെ വിശ്വാസം. പക്ഷേ ഷെർലക് ഹോംസുമായി ഇടപെടുമ്പോൾ തന്റെ ബുദ്ധിക്ക് മങ്ങലേൽക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ഈ പ്രശ്നത്തിൽ ഹോംസ് കേട്ടതെല്ലാം താനും കേട്ടു. അദ്ദേഹം കണ്ടതെല്ലാം താനും കണ്ടു. എന്നിട്ടും അയാളുടെ വാക്കുകളിൽ നിന്നും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, സംഭവിക്കാൻ പോകുന്നത് കൂടി ഹോംസ് മനസ്സിലാക്കി എന്ന് വ്യക്തമായിരിക്കുന്നു. എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് രൂപമില്ലാതെ കിടക്കുകയാണ് എന്ന് വാട്സന് തോന്നി. ഇന്ന് രാത്രി എവിടേക്കാണ് പോകുന്നത്? പണ്ടം പണയക്കാരന്റെ സഹായിയായ സുമുഖൻ ഒരു ഭയങ്കരനാണെന്ന് ഹോംസ് സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ അപഗ്രഥിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. രാത്രി ഇവയ്ക്കെല്ലാം ഉത്തരം ലഭിക്കുമല്ലോ. അങ്ങനെ ആലോചിച്ച് വാട്സൺ സമാധാനപ്പെട്ടു. 9:15 വാട്സൺ വീട്ടിൽ നിന്നിറങ്ങി. പാർക്ക് വഴി ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കടന്ന് ബേക്കർ സ്ട്രീറ്റിലെത്തി. നടയിൽ 2 കുതിരവണ്ടികൾ നിൽപ്പുണ്ടായിരുന്നു. പടി കയറുമ്പോൾ തന്നെ മുകളിൽ ഉറക്കെയുള്ള സംസാരം കേട്ടു. ഹോംസിന്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം വേറെ 2 പേരുമായി സജീവ ചർച്ചയിലാണ്. അവരിൽ ഒരാളെ വാട്സൺ തിരിച്ചറിഞ്ഞു. ഡിറ്റക്റ്റീവായ പീറ്റർ ജോൺസ് ആയിരുന്നു അത്. അപരൻ നീണ്ടുമെലിഞ്ഞ് വിഷാദപൂർണമായ മുഖഭാവമുള്ളയാൾ.
വില കൂടിയ കോട്ടും തിളങ്ങുന്ന തൊപ്പിയും ധരിച്ചിരുന്നു. നമ്മുടെ അംഗസംഖ്യ പൂർണ്ണമായി. കോട്ടിന്റെ ബട്ടണുകളിട്ട് ഊന്നുവടി കയ്യിലെടുത്ത് ഹോംസ് പറഞ്ഞു. വാട്സൺ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസിനെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് മിസ്റ്റർ മേരിവെതർ, ഇന്ന് രാത്രിയിലെ സാഹസിക യാത്രയിലെ നമ്മുടെ കൂട്ടുകാരൻ. വാട്സൺ, നമ്മളിതാ വീണ്ടും ജോഡികളായി നായാട്ട് തുടങ്ങുന്നു. നമ്മുടെ സുഹൃത്ത് വേട്ടയിൽ വിരുദ്ധനാണ്. പരിചയമുള്ള ഒരു വേട്ടപ്പട്ടിയുടെ സഹായം മാത്രം അദ്ദേഹത്തിന് മതി. വേട്ട വെറും കാടിളക്കലാവാതിരുന്നാൽ മതി, മിസ്റ്റർ മേരിവെതർ വിഷാദ സ്വരത്തിൽ പറഞ്ഞു. സർ, താങ്കൾക്ക് മിസ്റ്റർ ഹോംസിനെ പൂർണ്ണമായി വിശ്വസിക്കാം. അദ്ദേഹത്തിന് സ്വന്തമായ ചില രീതികളുണ്ട്. അവ കുറച്ചധികം സിദ്ധാന്തപരവും വിചിത്രതരവുമായിരിക്കും. പക്ഷേ ഒരു ഡിറ്റക്റ്റീവിന്റെ സിദ്ധികൾ അദ്ദേഹത്തിനുണ്ട്. പോലീസിനേക്കാൾ ശരിയായിരിക്കും അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ. മിസ്റ്റർ ജോൺസിന്റെ അഭിപ്രായം അതാണെങ്കിൽ ശരി, അങ്ങനെ തന്നെ ആവട്ടെ, മേരിവെതർ വിനയപൂർവ്വം പറഞ്ഞു. എങ്കിലും എനിക്കെന്റെ ചീട്ടുകളി നഷ്ടമായി. കഴിഞ്ഞ 27 കൊല്ലമായി ചീട്ടുകളി മുടങ്ങിയ ആദ്യത്തെ ശനിയാഴ്ചയാണിത്. ഇന്നത്തെ കളി കൂടുതൽ രസകരമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. 30,000 പവനാണ് ഇന്നത്തെ കളിയിൽ പന്തയം കെട്ടിയിട്ടുള്ളത്. വളരെ കാലമായി നിങ്ങൾക്ക് പിടികിട്ടേണ്ടിയിരുന്ന ഒരു പുള്ളിയെ ഇന്ന് വലയിലാക്കാം. കള്ളൻ, കൊലപാതകി, തട്ടിപ്പുകാരൻ, ഇതെല്ലാമാണ് ജോൺ ക്ലേ. ആൾ ചെറുപ്പമാണ് മേരിവെതർ, പക്ഷേ തൊഴിലിൽ വിരുദ്ധൻ. ലണ്ടനിലെ മറ്റേതു ക്രിമിനൽ പുള്ളികളെക്കാളും അവനൊരുത്തൻ അകത്തായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ജോൺ ക്ലേ ആള് നിസ്സാരക്കാരനല്ല. അയാളുടെ അപ്പൂപ്പൻ ഒരു പ്രഭുവായിരുന്നു, രാജവംശജൻ. ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അയാളുടെ തലച്ചോറും വിരലുകളും ഒന്നുപോലെ കഴിവുറ്റതാണ്. എത്രയോ തവണ അയാളുടെ കരവിരുതിന്റെ അടയാളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആള് കടന്നു കളയും. ഈ ആഴ്ച സ്കോട്ട്ലാൻഡിൽ ഒരു കളവ് നടത്തിയാൽ അടുത്ത ആഴ്ച കോൺവാലിൽ അനാഥാലയം പണിയാൻ പണമുണ്ടാക്കുകയായിരിക്കും. ഞാൻ അയാളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പുള്ളിയെ കണ്ടുമുട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി അയാളെ പരിചയപ്പെടാനുള്ള സുവർണാവസരം കൈവന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോൺ ക്ലേയുമായി ഞാനും 1-2 തവണ ചില്ലറ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. തന്റെ തൊഴിലിന്റെ തലപ്പത്താണ് അയാൾ എന്നതിൽ സംശയമില്ല. മണി 10 കഴിഞ്ഞു. ഉടൻ പുറപ്പെടണം. നിങ്ങൾ രണ്ടുപേരും മുമ്പിലത്തെ വണ്ടിയിൽ കയറൂ. വാട്സണും ഞാനും രണ്ടാമത്തേതിൽ പിറകെ വരാം. വണ്ടിയിൽ വെച്ച് ഷെർലക് ഹോംസ് ഒന്നും ഉരിയാടിയില്ല. വൈകുന്നേരം കേട്ട രാഗങ്ങൾ മൂളിക്കൊണ്ടിരുന്നു. തെരുവ് വിളക്കുകൾ തെളിഞ്ഞിരുന്നു. അവരുടെ ശകടങ്ങൾ ഹാരിങ്ടൺ സ്ട്രീറ്റിലൂടെ കടന്നുപോയപ്പോൾ ഹോംസ് പറഞ്ഞു. വാട്സൺ, നമ്മൾ എത്താറായി. ഈ മേരിവെതർ ഒരു ബാങ്ക് ഡയറക്ടറാണ്. വ്യക്തിപരമായി അയാൾക്ക് ഇതിൽ താല്പര്യമുണ്ട്. ഡിറ്റക്റ്റീവ് ജോൺസ് കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. തന്റെ ജോലിയിൽ വലിയ കഴിവുള്ളവനല്ല, എങ്കിലും ആൾ ചീത്തയല്ല. അയാളെക്കുറിച്ച് പറയാനുള്ള ഒരു നല്ല കാര്യം, ഇഷ്ടന് ധൈര്യമുണ്ടെന്നതാണ്. ഉടുമ്പിനെ പോലെ പിടിച്ചാൽ പിടിവിടുകയില്ല. ഇതാ അവർ നമ്മെ കാത്തു നിൽക്കുന്നു. രാവിലെ അവർ കണ്ട ജനനിബിഡമായ രാജപാതയായിരുന്നു അത്. വണ്ടികളെ പറഞ്ഞയച്ചിട്ട് മിസ്റ്റർ മേരിവെതറിന്റെ പിന്നാലെ ഒരു ഊടുവഴിയിലൂടെ നടന്ന് ഒരു വാതിൽ തുറന്ന് അവർ അകത്ത് പ്രവേശിച്ചു. ഇടുങ്ങിയ ഒരു ഇടനാഴിയായിരുന്നു അത്. അതിന്റെ അവസാനം കട്ടിയുള്ള ഒരു ഇരുമ്പ് വാതിൽ കണ്ടു. മേരിവെതർ വാതിലും തുറന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറെ കൽപ്പടവുകൾ ഇറങ്ങി വേറൊരു കവാടത്തിലെത്തി. മേരിവെതർ ഒരു വിളക്ക് കത്തിച്ചു. വീണ്ടും മണ്ണിന്റെ മണമുള്ള ഇരുണ്ട വഴിയിലൂടെ നടന്ന് മൂന്നാമതൊരു വാതിൽ കടന്ന് ഒരു വലിയ അറയ്ക്കുള്ളിലെത്തി. അവിടെ അനേകം വലിയ പെട്ടികൾ അടുക്കി വെച്ചിരുന്നു. ഹോംസ് വിളക്കുയർത്തി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു. മുകളിൽ കൂടി അത്ര എളുപ്പം കടക്കാനൊക്കുകയില്ല. താഴെ നിന്നും അങ്ങനെ തന്നെ. മിസ്റ്റർ മേരിവെതർ കയ്യിലിരുന്ന വടി നിലത്തടിച്ചിട്ട് പറഞ്ഞു. അയ്യോ, ഇവിടെ പൊള്ളയാണെന്ന് തോന്നുന്നല്ലോ. കുറെ കൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കൂ. നിങ്ങൾ ദയവ് ചെയ്ത് ആ പെട്ടിയുടെ പുറത്ത് മിണ്ടാതിരിക്കൂ. മിസ്റ്റർ മേരിവെതർ മൗനമായി ഒരു പെട്ടിയുടെ പുറത്തിരുന്നു. ആ മുഖത്ത് നീരസം പ്രകടമായിരുന്നു. ഹോംസ് വിളക്കിന്റെയും ലെൻസിന്റെയും സഹായത്തോടെ നിലത്തുപാകിയിരുന്ന കല്ലുകൾക്കിടയിലെ വിടവുകൾ പരിശോധിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് തൃപ്തനായതുപോലെ എണീറ്റ് ലെൻസ് പോക്കറ്റിലിട്ടു. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സമയമുണ്ട്. നല്ലവനായ നമ്മുടെ കക്ഷി ചെമ്പൻമുടിക്കാരൻ. ഉറക്കമാവാതെ അവർക്കൊന്നും ചെയ്യാനാകില്ല. അതുകഴിഞ്ഞാൽ 1 നിമിഷം പോലും താമസിക്കുകയില്ല. എത്ര നേരത്തെ പണി കഴിയുന്നുവോ അത്രയും അധികം രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും. ഡോക്ടർ വാട്സൺ, നിങ്ങൾ ഊഹിക്കുന്ന പോലെ നാം ഇപ്പോൾ ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിന്റെ സിറ്റി ബ്രാഞ്ചിലെ പണം സൂക്ഷിക്കുന്ന അറയ്ക്കുള്ളിലാണ്. മിസ്റ്റർ മേരിവെതറാണ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ. ഈ അറയിൽ ലണ്ടനിലെ ഏറ്റവും കുപ്രസിദ്ധരായ ക്രിമിനൽ പുള്ളികൾ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം പറയും. ഫ്രഞ്ച് സ്വർണമാണ് കാരണം. അത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുമോ എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ഫ്രഞ്ച് സ്വർണമോ? അതെ. 2-3 മാസം മുൻപ് ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്നും 30,000 പവൻ കടം വാങ്ങി. ഇതുവരെ പെട്ടി പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ്. ഇതാ, ഓരോ പെട്ടിയിലും 2,000 പവന്റെ സ്വർണ്ണ നാണയങ്ങൾ വീതമുണ്ട്. ബ്രാഞ്ചിൽ ഇത്രയധികം സൂക്ഷിക്കാറ് പതിവില്ല. ഇതിനെക്കുറിച്ച് ഡയറക്ടർമാർക്കിടയിൽ സംശയമുണ്ടായിരുന്നു. സംശയങ്ങൾ സാധുവാണ്. നമുക്ക് നമ്മുടെ ചെറിയ പദ്ധതി തയ്യാറാക്കാം. 1 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ അന്ത്യം കാണാമെന്ന് തോന്നുന്നു. മിസ്റ്റർ മേരിവെതർ, നമുക്ക് ഈ വിളക്ക് കെടുത്താം. എന്നിട്ട് ഇരുട്ടത്തിരിക്കാനോ? അതെ, അല്ലാതെ നിവൃത്തിയില്ല.
ഞാനൊരു പെട്ടി ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളുടെ കളി മുടക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ശത്രുവിന്റെ പ്ലാൻ പൂർത്തിയായിരിക്കുന്നു. വെളിച്ചം ആപത്താണ്. ആദ്യം നമ്മുടെ സ്ഥാനം നിശ്ചയിക്കണം. അവർ സാഹസികന്മാരാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടുന്നതെങ്കിലും അവർ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഈ പെട്ടിക്ക് പുറകിൽ മറഞ്ഞു നിൽക്കാം. നിങ്ങൾ അതിന് പിന്നിൽ നിൽക്കൂ. ഞാൻ വിളക്ക് തെളിയിക്കുമ്പോൾ പെട്ടെന്ന് അവരെ വളയണം. ഡോക്ടർ വാട്സൺ, അവർ വെടിവെക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിറയൊഴിച്ചോളൂ. ഒട്ടും മടിക്കണ്ട. വാട്സൺ റിവോൾവർ തയ്യാറാക്കി പെട്ടിയുടെ പിന്നിൽ പതുങ്ങിയിരുന്നു. ഹോംസ് വിളക്ക് മറച്ചു പിടിച്ചു. കുറ്റാക്കുറ്റിരുട്ട്. വാട്സന് അതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം ഭയാനകമായിരുട്ട്. അവർക്ക് പിന്തിരിഞ്ഞോടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. സാക്സ് കോബർഗ് ജംഗ്ഷനിലെ വീട്ടിലൂടെ മാത്രം. മിസ്റ്റർ ജോൺസ്, അവിടെ ഞാൻ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഒരു ഇൻസ്പെക്ടറും 3 പോലീസുകാരും മുൻവാതിലിൽ കാവലുണ്ട്. കൊള്ളാം. എന്നാൽ എല്ലാ മാർഗങ്ങളും അടച്ചു കഴിഞ്ഞു. ഇനി നിശബ്ദമായി കാത്തിരിക്കാം. എന്തു നീണ്ട കാത്തിരിപ്പ്! ഉത്കണ്ഠ മൂലം വാട്സന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പെട്ടിക്ക് മുകളിലൂടെ അറയുടെ നിലം അവർക്ക് കാണാമായിരുന്നു. പെട്ടെന്ന് ഒരു പ്രകാശനാളം അവിടെ ദൃശ്യമായി. ആദ്യം അത് വിളർത്ത ഒരു തരി വെട്ടം മാത്രമായിരുന്നു. പിന്നെ നീണ്ട ഒരു മഞ്ഞ രേഖയായി. അതാ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിശബ്ദമായി ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. ഒരു വെളുത്ത സ്ത്രൈണമായ കൈ നീണ്ടുവരുന്നു. 1 മിനിറ്റ് നേരം കൈവിരലുകൾ ആ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. പിന്നെ അത് ഉള്ളിലേക്ക് വലിഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പിന്നെയും മറഞ്ഞു. വീണ്ടും ഇരുട്ട്. കല്ലുകൾക്കിടയിലെ പ്രകാശനാളം മാത്രം. അതും കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടിയിളകുന്ന ശബ്ദത്തോടെ ഒരു പരന്ന കല്ല് മുകളിലേക്ക് മറിഞ്ഞു. ചതുരാകൃതിയിലുള്ള ഒരു വിടവുണ്ടായി. അതിൽ വിളക്കിന്റെ പ്രകാശം. അടുത്ത നിമിഷം ഒരു ബാലന്റേതുപോലെയുള്ള ഒരു മുഖം ചുറ്റുപാടും സൂക്ഷിച്ചു നോക്കി. പിന്നെ കാൽമുട്ടുകളിൽ ഉറപ്പിച്ച് ശരീരം മുഴുവൻ മുകളിലായി എണീറ്റ് നിന്നു. അയാൾ തന്റെ കൂട്ടുകാരനെ പിടിച്ചു കയറ്റി. അയാളെപ്പോലെ തന്നെ മെലിഞ്ഞ കുറിയ ഒരു മനുഷ്യൻ. വിളറിയ മുഖം, ചെമ്പൻ തലമുടി. ഒന്നും പേടിക്കാനില്ല, അയാൾ മന്ത്രിച്ചു. ആ ഒളിയും സഞ്ചിയും എവിടെ? വരൂ, പതുക്കെ. അയ്യോ, ആരാണത്? ഷെർലക് ഹോംസ് ചാടി വീണ് അയാളുടെ കോളറിൽ പിടികൂടിയിരുന്നു. മറ്റേയാൾ വിടവിലൂടെ താഴേക്ക് ചാടി. ഡിറ്റക്റ്റീവ് ജോൺസിന് അയാളുടെ ഉടുപ്പിലെ പിടികിട്ടിയുള്ളൂ. തുണി കീറുന്ന ശബ്ദം കേട്ടു. വെളിച്ചം ഒരു റിവോൾവറിന്റെ കുഴലിലൂടെ പതിച്ചു. മറ്റേയാളുടെ കയ്യിൽ നിന്നും ഒരു റിവോൾവർ ഉയർന്നു വന്നു. ഹോംസ് കയ്യിലിരുന്ന വടി കൊണ്ട് റിവോൾവർ തട്ടിമാറ്റി. അത് കരിങ്കൽ തറയിൽ തെറിച്ചു വീണു. രക്ഷയില്ല ജോൺ ക്ലേ, തനിക്ക് ഇനി രക്ഷയില്ല. അത് ശരി, അയാൾ ശാന്തമായി പറഞ്ഞു. എന്തായാലും എന്റെ സ്നേഹിതൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഇല്ല ജോൺ ക്ലേ, അയാളെ കാത്ത് 3 പേർ വാതിൽക്കലുണ്ട്. ഓഹോ, നിങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. ചെമ്പൻ മുടിയുടെ ആശയം പുതുമയുള്ളതും ഫലപ്രദവുമായിരുന്നു. ഡിറ്റക്റ്റീവ് ജോൺസ് അയാളുടെ കൈകളിൽ വിലങ്ങണിയിച്ചു. ഹേയ്, നിങ്ങളുടെ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്നെ തുടരുത്. എന്റെ സിരകളിൽ രാജകീയ രക്തമാണെന്നറിയാമോ? എന്നെ ബഹുമാന പുരസരമേ സംബോധന ചെയ്യാവൂ. ഓഹോ, ദയവ് ചെയ്ത് തിരുമനസ്സുകൊണ്ട് മുകളിലേക്ക് എഴുന്നള്ളുമോ? പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളാൻ ഒരു രഥം ഏർപ്പാട് ചെയ്യാം. ഡിറ്റക്റ്റീവ് ജോൺസ് അയാളെ കുത്തിനു പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അറയിൽ നിന്നും പുറത്തു കടന്നപ്പോൾ മിസ്റ്റർ മെരിവെതർ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, താങ്കളോട് ബാങ്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ബാങ്ക് കൊള്ളയുടെ ചരിത്രത്തിൽ വളരെ ഭീകരമായ ഒരു കവർച്ചയാണ് താങ്കൾ പരാജയപ്പെടുത്തിയത്. എനിക്ക് ജോൺ ക്ലേയുമായി ചില ഇടപാടുകൾ തീർക്കാനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ ചില്ലറ ചിലവുകൾ ബാങ്ക് തന്നാൽ മാത്രം മതി. അതിനപ്പുറം അനന്യമായ ഈ അനുഭവവും ചെമ്പൻ മുടിക്കാരുടെ സംഘത്തെ പറ്റിയുള്ള രസകരമായ കഥയും കൂടിയായല്ലോ. അത് ധാരാളമായി. ബേക്കർ സ്ട്രീറ്റിൽ വെളുപ്പാങ്കാലത്ത് ഒരു ഗ്ലാസ് വിസ്കിയുടെയും സോഡയുടെയും മുന്നിലായിരുന്നു ഹോംസും വാട്സനും. സംഘത്തെ പറ്റിയുള്ള വിചിത്രമായ പരസ്യവും എൻസൈക്ലോപീഡിയ പകർത്തിയെഴുത്തിന്റെ കാര്യവും കേട്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ മന്ദബുദ്ധിയായ പണ്ടം പണയക്കാരനെ തന്ത്രപൂർവ്വം അകറ്റാനുള്ള ഒരടവാണെന്ന് വ്യക്തമായിരുന്നു. വിചിത്രമെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു മാർഗം കണ്ടെത്താൻ പ്രയാസമാണ്. തന്റെ കൂട്ടുകാരന്റെ മുടിയുടെ നിറം കണ്ടാണ് ജോൺ ക്ലേയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്. ആഴ്ചയിൽ 4 പവൻ ശമ്പളം, അയാളെ ആകർഷിക്കാനുള്ള വിദ്യ മാത്രം. 1000 കൊണ്ട് കളിക്കുന്നവർക്ക് 4 പവൻ നിസ്സാരമല്ലേ? അവർ പരസ്യം ചെയ്തു. ഒരുവൻ തൽക്കാലം ഓഫീസ് മാനേജറായി. അപരൻ അപേക്ഷ അയക്കാൻ പ്രേരണ ചെലുത്തി. അങ്ങനെ 2 പേരും ചേർന്ന് 2 മണിവരെ അയാളെ വീടിന് പുറത്താക്കി. പകുതി ശമ്പളത്തിൽ ജോലി ചെയ്യാമെന്ന് ഏറ്റപ്പോൾ തന്നെ അയാൾക്ക് അവിടെ പറ്റിക്കൂടാൻ മതിയായ കാരണമുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. ഹോംസ്, കാരണം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കി? വീട്ടിൽ സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ആരോപിക്കാം. ഇവിടെ കാമിനി മൂലമല്ല. അയാളുടെ ബിസിനസ് വളരെ ചെറിയ തോതിലാണ്. വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയൊന്നുമില്ല. ഇത്രയൊക്കെ വിപുലമായ പണച്ചെലവുള്ള ഏർപ്പാടുകൾക്ക് അവിടെ ന്യായീകരണമില്ല. അപ്പോൾ വീടിന് പുറത്തുള്ള എന്തെങ്കിലും ആയിരിക്കണം ലക്ഷ്യം. അതെന്തായിരിക്കും? അസിസ്റ്റന്റിന്റെ ഫോട്ടോ ഭ്രമവും ഇടയ്ക്കിടെ നിലവറയിലേക്കുള്ള പോക്കും ഒത്തുനോക്കൂ. അവിടെയാണ് രഹസ്യത്തിന്റെ താക്കോൽ. അപ്പോൾ ഞാൻ ഈ അസാധാരണ സഹായിയെക്കുറിച്ച് അന്വേഷിച്ചു. ലണ്ടനിലെ ഏറ്റവും സാഹസികനായ ക്രിമിനൽ പുള്ളിയോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലായി. നിലവറയിൽ അയാൾ എന്തോ ചെയ്യുന്നുണ്ട്.
മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. അതെന്താകാം? വേറെ ഏതോ കെട്ടിടത്തിലേക്കുള്ള തുരങ്കമല്ലാതെ മറ്റൊന്നും ആയിരിക്കാനിടയില്ല. സ്ഥലം സന്ദർശിക്കുന്നതിന് മുൻപ് ഫുട്പാത്തിൽ വടികൊണ്ട് അടിച്ചു നോക്കിയത് നിങ്ങൾ കണ്ടതാണല്ലോ. തുരങ്കം മുമ്പിലോ പുറകിലോ എന്നറിയാനാണ് അങ്ങനെ ചെയ്തത്. മുമ്പിലല്ലായിരുന്നു. ഞാൻ മണിയടിച്ചപ്പോൾ അസിസ്റ്റന്റ് വാതിൽ തുറന്നു. ഞങ്ങൾ തമ്മിൽ മുൻപ് ഏറ്റുമുട്ടിയിരുന്നെങ്കിലും നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അയാളുടെ മുഖത്തല്ല, കാൽമുട്ടുകളിലാണ് നോക്കിയത്. കാലുറയുടെ മുട്ടിന്റെ ഭാഗം ചുളുങ്ങി ഉരഞ്ഞു തേഞ്ഞിരുന്നത് ശ്രദ്ധിച്ചില്ലേ? മാളം തുറക്കുന്നതിന്റെ അടയാളമാണ്. എന്തിനാണ് തുരങ്കമുണ്ടാക്കുന്നതെന്ന പ്രശ്നം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. തെരുവിന്റെ അപ്പുറത്ത് വീടിനോട് ചേർന്ന് സബർബൻ ആൻഡ് സിറ്റി ബാങ്കിന്റെ കെട്ടിടം കണ്ടപ്പോൾ പ്രശ്നം പരിഹൃതമായി. കച്ചേരി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയില്ലേ? അപ്പോൾ ഞാൻ സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയിരുന്നു. ബാങ്ക് ചെയർമാനെയും കണ്ടു. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമല്ലോ. ഇന്ന് രാത്രി അവർ മോഷണശ്രമം നടത്തുമെന്ന് ഹോംസ് എങ്ങനെ അറിഞ്ഞു? അവർ സംഘം ഓഫീസ് അടച്ചുപൂട്ടി. അതിന്റെ അർത്ഥം മേലിൽ ജാബേസ് വിൽസൺ വീട്ടിലുണ്ടായിരുന്നാൽ കുഴപ്പമില്ലെന്നല്ലേ? അഥവാ അവർ തുരങ്കം പൂർത്തിയാക്കിയെന്നർത്ഥം. ബാങ്കിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുപോകുന്നതിന് മുൻപ് കാര്യം നടത്തണമല്ലോ. ശനിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. രക്ഷപ്പെടാൻ 2 ദിവസത്തോളം കിട്ടും. ഇതെല്ലാം ഓർത്താണ് ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയത്. ഹോംസ്, നിങ്ങളുടെ യുക്തി അത്ഭുതകരമാവണ്ണം ശരിയായിരിക്കുന്നു. ഈ നീണ്ട ചങ്ങലയിലെ ഒരൊറ്റ കണ്ണി പോലും വിട്ടുകളഞ്ഞിട്ടില്ല. സാധാരണ സംഭവങ്ങളിലെ വിരസതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എൻ്റെ ജീവിതം. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ എന്നെ അതിന് സഹായിക്കുന്നു. താങ്കൾ വലിയൊരു ഉപകാരമാണ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു കേസുമായി കാണാം.